ഹലോ എവരിവൺ. നമ്മൾ ഓപ്പറേറ്റേഴ്സ് പൈത്തൺ എന്ന ടോപ്പിക്കിൽ ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം അത് നമുക്ക് ഇറ്റ് ഇസ് ബെറ്റർ ടു ടേക്ക് ഓൺ ദ ബോർഡ് റാദർ ദാൻ സീയിങ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, കാരണം അതിലൊന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഉപയോഗിച്ചാണ്. ഓക്കെ, ഈ ബിറ്റ് വൈസ് ആൻഡും ബിറ്റ് വൈസ് ഓറും അതുപോലെ തന്നെ ബിറ്റ് വൈസ് നോട്ടും ഇതാണ് അതിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൂടിയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത്. ഓക്കെ, സോ ദ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ഗേറ്റുകൾ ഉണ്ടല്ലോ, ബേസിക് ഗേറ്റ്സ് ആൻഡ് ഓർ നോട്ട്. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഗേറ്റ്സ് പഠിച്ചപ്പോൾ ആൻഡ് ഗേറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് ഗേറ്റ് വി ഹാവ് സ്റ്റഡീഡ് ദ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് പറയുന്ന എയും ബിയും രണ്ട് ഓപ്പറേറ്റർ രണ്ട് ഇൻപുട്ടുകളാണെങ്കിൽ the output y is a into b അല്ലേ. അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എ ബി ആൻഡ് വൈ. അപ്പൊ എ ബി ഓർക്കുക, നമ്മളിനി ഓർക്കുക ഇത് നമ്മൾ എടുക്കുന്നത് ബൈനറി ഇൻപുട്ടുകളാണ്. സോ ക്യാൻ ഐദർ ബി 0 or 1 അല്ലേ. നമ്മൾ ഗേറ്റ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ ആയാലും പഠിച്ചിട്ടുണ്ടാവില്ല. സോ എ 0 ബി 0. അപ്പോൾ 0 into 0 is 0. Now a is 1 b is 0. So 1 into 0 is 0. Similarly 0 and 1, 0 into 1 is 0, and finally 1 into 1 is 1. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ 1 ആകുന്ന എപ്പോൾ മാത്രമേ ഉള്ളൂ രണ്ട് ഇൻപുട്ടുകളും ഹൈ അല്ലെങ്കിൽ 1 ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻഡ് ഗേറ്റ്. ഓക്കെ, സിമിലർലി യു ഹാവ് ദി ഓർ ഗേറ്റ് അല്ലേ. ദ ഓർ ഗേറ്റ്, ഓർ നമ്മൾ സാധാരണ കാണിക്കാറുള്ളത് എയും ബി ഇൻപുട്ടുകളാണെങ്കിൽ വൈ ഔട്ട്പുട്ടും ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ്. ദിസ് ഇസ് വൈ ഈക്വൽ ടു എ ഇൻറ്റു ബി. ഓക്കെ, ഇതാണ് അതിന്റെ ലോജിക്കൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും? എ ബി ആൻഡ് വൈ എടുക്കുമ്പോൾ എയും 0 ബിയും 0, അപ്പോൾ വൈയും 0 ആണ്. എ is equal to 1, b is equal to 0. So 1 plus 0 is 1. And 0 1, 0 plus 1 is again 1, 1 and 1, 1 plus 1 is 1. ഇതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടോ? 1 plus 1 we will say that രണ്ടും ഓൺ ആണെങ്കിൽ, രണ്ട് ഇൻപുട്ടുകൾ ഓൺ ആണെങ്കിൽ മാത്രം ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. നമ്മൾ അവിടെ ആലോചിച്ചാണ് അല്ലെ. 1 plus 1 2 അല്ലേ എന്നുള്ള ചിന്ത പോകാറുണ്ട്. ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് there is either a signal is present or absent. ഓക്കെ, അപ്പോൾ 1 എന്ന് വെച്ചാൽ സിഗ്നൽ പ്രസന്റ് ആണ്, 0 എന്ന് വെച്ചാൽ സിഗ്നൽ ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർ ഗേറ്റിന്റെ പ്രത്യേകത എന്താ? ഓർ ഗേറ്റ് 1 ആകണം, ഔട്ട്പുട്ട് 1 അല്ലെങ്കിൽ ഹൈ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താ? ഏതെങ്കിലും ഓരോ ഓപ്പറേറ്റർ 1 ആയാൽ മതി, രണ്ടും കൂടി 1 ആവണമെന്നില്ല. ഓക്കെ, സിമിലർലി യു ഹാവ് ദി നോട്ട് ഗേറ്റ് അല്ലേ. ദ നോട്ട് ഗേറ്റ് ദാറ്റ് ഇസ് y ഈക്വൽ ടു a കോംപ്ലിമെന്റ്. ഇതിൽ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. ആ ഇൻപുട്ടിന്റെ നേരെ തല തിരിഞ്ഞാണ് കോംപ്ലിമെന്റ് ആണ് എന്തായിട്ട് തരിക, ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പൊ നമ്മൾ പറയാണ് എയും വൈയും മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെ രണ്ടാമത്തെ ഓപ്പറേറ്ററിന്റെ ആവശ്യമില്ല. ഇപ്പൊ എ ഇസിക്കൽ 0 ആണെങ്കിൽ വൈ 0 ആയിരിക്കരുത്, അതായത് വൈ ഷുഡ് നോട്ട് ബി എ എന്നാണ് നമ്മൾ ഈ നോട്ട് ഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? എ 0 ആണെങ്കിൽ എക്ക് 0യും 1ഉം മാത്രമേ വാല്യൂസ് ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ എന്നാണെങ്കിൽ വൈക്ക് 1 ആയാലേ പറ്റുള്ളൂ. സിമിലർലി when a is 1, y cannot be 1, so it can only be 0. കാരണം നമ്മൾ എടുക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റം ആണ്, 0യും 1ഉം മാത്രമേ അതിൽ എടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 ഗേറ്റ്സ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ്, ഈ ലോജിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് കാണുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ബേസിക് ഗേറ്റ്സ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ ലോവർ ക്ലാസ്. Okay, now let us say the bitwise operators. നമ്മൾ ചില bitwise operators ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും പറയാറുണ്ട്. bitwise ലോജിക്കൽ ഓർ bitwise ആണെന്ന് നമ്മൾ സാധാരണ പറയാറ്. സോ ഇറ്റ് ഈസ് ലോജിക്കൽ ഓർ bitwise operators. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് ആണ്
ഇത് നമ്മൾ കാണിക്കുന്ന സിമ്പിൾ ഇറ്റ് ഇസ് ദി ആംപർസാൻഡ് സിമ്പിൾ. ഓക്കെ, നമ്മുടെ കീബോർഡിലുള്ള ആംപർസാൻഡ് സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറയാണ് ഐ ഹാവ് x ഈക്വൽ ടു 10, y ഈക്വൽ ടു 12. ഓക്കെ, ഐ വാണ്ട് ടു ഫൈൻഡ് x ആൻഡ് y. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ എനിക്ക് ചെയ്യണമെന്ന് വെക്കുക. ഓക്കെ, സോ ലെറ്റ് us call z ഈക്വൽ ടു x ആൻഡ് y നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ അവിടെ ശരിക്കും നടക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എക്സും വൈയും നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഡെസിമലിലാണ്. ഓക്കെ, മാത്രമല്ല ഇനി അതല്ല, ഇനി വേറൊരു കാര്യമുള്ളത്, ഈ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് വി ക്യാൻ ഓപ്പൺ ഓൺലി ഓൺ ബിറ്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ബേസ് 2 അല്ലെങ്കിൽ 0യും 1 ഉള്ള റെപ്രസെന്റേഷൻ ആക്കി മാറ്റണം, അതായത് ബൈനറി നമ്പർ ആക്കി മാറ്റണം എന്നാണ്. ഓക്കെ, ബൈനറി നമ്പർ ആക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലെറ്റ് us say 10 അല്ലേ, 2 ആണ്. So it is 5, remainder is 0, again 2, 2 into 2 4, that is 1, 2 1, that is 0. 10നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 5 കിട്ടി, റിമൈൻഡർ 0 ആണ്. 5നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 2 കിട്ടി, റിമൈൻഡർ 1 ആണ്. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ കോഷ്യന്റ് 1 കിട്ടി, റിമൈൻഡർ 0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതും. സോ 1 0 1 0 അല്ലേ. So this is converted to 1 0 1 0. നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാറുണ്ട്, to the base 2 because it is a binary number. Okay, similarly let us take 12 നമ്മൾ എന്താ ചെയ്യുക, 2 ഹരിക്കുമ്പോൾ 6 ആണ്, റിമൈൻഡർ 0 അല്ലേ, 2 അല്ലേ, കോഷ്യൻ 3 ആണ്, റിമൈൻഡർ ഇപ്പോഴും 0 ആണ്. ഇനി ഇതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1, റിമൈൻഡർ 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇവിടുന്ന് മുകളിലേക്ക് എടുത്ത് എഴുതുക. 1 1 0 0. ആദ്യം നമ്മൾ ഈ ഏറ്റവും അവസാനത്തെ പോർഷൻ നമ്മൾ എഴുതും. 1, പിന്നെ റിമൈൻഡേഴ്സ് ആണ് 1 1 0 0. സോ ദിസ് ഇസ് 1 1 0 0 ടു ദ ബേസ് 2. ഓക്കെ, ഇനി നമ്മൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ നമ്പേഴ്സിനെ 8 ബിറ്റ് ആക്കി മാറ്റണം. 8 ബിറ്റുള്ള നമ്പേഴ്സ് ആക്കി, 8 or higher. ഓക്കെ, 8 ബിറ്റുകളാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ഈ 10നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, 10നെ ബൈനറി ഇപ്പോൾ 1 0 1 0 ആയിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ 1 0 1 0 ആക്കി എഴുതും. ഇനി ഇതിപ്പോ 4 ബിറ്റേ ഉള്ളൂ, കാരണം ഓരോ ഡിജിറ്റും അല്ലെങ്കിൽ ഓരോ ഇത് യൂണിറ്റ് പ്ലേസ് ആണ്, ഇത് 10th പ്ലേസ് ആണ്, 100th പ്ലേസ് ആണ്, 1000th പ്ലേസ് ആണ്. ഓരോന്നും ഓരോ ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ദിസ് ക്യാൻ ഐദർ ബി 1 or be 0. Similarly, this can either be 0 or be 1. അല്ലെ, നമ്പർ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതങ്ങനെ ഈ 4 എണ്ണത്തിന് എന്ത് ചെയ്യാം, ഈ 2 വാല്യൂ വെച്ചെടുക്കാം അല്ലെ. അപ്പൊ ദിസ് ഇസ് ജസ്റ്റ് 4 bits, but we want 8 bits. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയൊക്കെ 0 കൊടുക്കും. ഓക്കെ, സോ ദിസ് ഇസ് 0 0 0 0 1 0 1 0. ഓക്കെ, ഈ 8 bits. ഇത് തന്നെയാണ്, ഇവിടെ 0 ചേർത്തുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് the same thing in 8 bits. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം 1 1 0 0 0 0 0 0. Okay, this is 10, this is 12. ഇനി നമ്മൾ A and B എന്ന് ചോദിക്കുമ്പോൾ ഈ നമ്പേഴ്സ് വെച്ച് വേണം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ കാൽക്കുലേഷൻ ആണ് നമുക്ക് ഇനി അടുത്ത് കാണേണ്ടത്. ഓക്കെ, സോ now we have the two numbers. Okay, ഇതാണ് 10, ഇതാണ് 12. Okay, so now let us say z equal to x and y. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് x ആദ്യം ഏതാ, ആദ്യത്തെ x ആണ് ആദ്യം. so it is 1 0 1 0. 0 വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി y എന്താ, y is 1 1 0 0. so it is 1 1 0 0. ഇത് and ആണ്, so it is equivalent to multiplication. so you can just put the multiplication there. ഇനി നിങ്ങൾ നോക്കിയ and gate എങ്ങനെയാണോ നിങ്ങൾ അനലൈസ് ചെയ്തത് അതേപോലെയാണ് ഇവിടെ നമ്മൾ നോക്കാൻ. ഓക്കെ, സോ 0 and 0 is 0. ഇനി 1 and 0 എന്താ വരിക, നമ്മൾ and ഗേറ്റിൽ കണ്ടു 1 0 വന്നാൽ 0 വരുന്നു, so it is 0 അല്ലേ. ഇനി 0 1 വന്നാലോ അപ്പോഴും 0 ആണ്. and ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ നേരത്തെ കണ്ടു, so this is also 0. ഇനി 1 1 വന്നാൽ എന്താ, it is 1. ഓക്കെ, ഇനി ബാക്കിയെ കുറിച്ച് നോക്കിയപ്പോൾ ബാക്കി 0s എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്.
ഇത് നോക്കിയാൽ എന്താ 0 0 0 ഇത് 2 0 ഇത് 0 ഇത് 0 അപ്പൊ 4 0 എവിടെ നോട്ട് മച്ച് ഡിഫറൻസ് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ എക്സ് ആൻഡ് വൈ നമുക്ക് എന്താ കിട്ടിയത് 1 0 0 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മള് ഇതിപ്പോ ബൈനറി നമുക്ക് എന്ത് വേണം നമ്മൾ ചോദിച്ച ചോദ്യം ഡെസിമൽ ആക്കി മാറ്റണം അല്ലേ. അപ്പൊ 1 0 0 0നെ നമുക്ക് ഡെസിമൽ ആക്കണം. നമ്മൾ എങ്ങനെ ഡെസിമൽ ആക്കും? ഹൗ വിൽ കൺവേർട്ട് ബൈനറി ഇൻടു എ ഡെസിമൽ? അപ്പൊ നമ്മൾ പറയും 1 0 0 0. ഇത് യൂണിറ്റ്സ് പ്ലേസ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻടു 2 raised to 0. ഇത് ടെൻസ് പ്ലേസ് ആണ്. സോ ഇൻടു 2 raised to 1. ഇത് 100 പ്ലേസ് ആണ്. ഇൻടു 2 raised to 2. ഇത് is thousands പ്ലേസ് ഇൻടു 2 raised to 3. ഇനി നമ്മൾ എന്ത് ചെയ്താൽ ഇതൊക്കെ കൂടെ അങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ ഇത് കൺവേർഷൻ ഓഫ് ബൈനറി ടു ഡെസിമൽ നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ സോ യു കൺവേർട്ട് ദിസ് ഫ്രം ബൈനറി ബാക്ക് ടു ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ അപ്പൊ ഇത് യൂണിറ്റ്സ് എന്ന് പറയാൻ കാരണം ഇറ്റ് ഇസ് യൂണിറ്റ്സ് 1 2 3 4 5 6 7 8 9. ഓക്കെ ദിസ് ഇസ് 2 raised to 1 കാരണം ടെൻസ് പ്ലേസ് എന്ന് പറയുമ്പോൾ 10 raised to 1 ഇറ്റ് ഇസ് 10. ഇത് 100 പ്ലേസ് പറയാൻ കാരണം ഇറ്റ് ഇസ് 10 raised to 2 that is 100. This is 10 raised to 3 that is 1000. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ 10ന് വരെ നമ്മൾ എന്താ കൊണ്ടുവന്നേ 2 ആണ്. ഓക്കെ ഇത് എന്ത് വരും നോക്കി 2 raised to 3 8 ആണ്. 8 into 1 is 8 plus 0 plus 0 plus 0 അല്ലേ. So this is 8. Okay so ഇതിന്റെ ആൻസർ എന്താ z equal to x and y ആൻസർ എന്താ നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് you are going to see that the answer is 8. Okay so this is the logical and operator. Okay so this is the logical and operator. ഇനി ഇതേപോലെ തന്നെ so this is and x and y നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ you will get the answer z is equal to നമ്മൾ ഇപ്പോൾ കൊടുക്കണം print z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ അവിടെ വന്ന് നിൽക്കുക 8. Okay now let us take another example, the logical or operation. Okay the logical or operation. Let us remove all this and നമുക്ക് ഈ വാല്യൂസ് മാത്രം എഴുതാം. It is a logical or operation. Okay ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ പൈപ്പ് സിമ്പിൾ. നിങ്ങളുടെ കീബോർഡിലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈൻ കാണും. ദാറ്റ് ഇസ് ദി പൈപ്പ് എന്ന് നമ്മളതിനെ വിളിക്കുക. ഇറ്റ്സ് കോൾഡ് ആസ് എ പൈപ്പ് സിമ്പിൾ. നമ്മുടെ കീബോർഡിലാണെങ്കിൽ സ്ലാഷിന് ഷിഫ്റ്റ് ആവുന്നതേ കിട്ടുന്ന കീയാണ്. ഓക്കെ ബാക്ക്വേർഡ് സ്ലാഷിന് ഈ ഒരു കീയുടെ മുകളിൽ ഉണ്ടാവുക ഈ സിമ്പിളാണ്. കീബോർഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ സോ ദിസ് ഇസ് ദി ഓർ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ഓക്കെ അപ്പൊ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ എന്നാണ് ചോദിക്കേണ്ടാവുക. ലെറ്റ് us say again let us take another example. Let us say c is equal to x or y. നമ്മൾ ഇവിടെ നിൽക്കില്ല. ഓറിന്റെ സിമ്പിൾ ഇതാണ്. ഇറ്റ് ഇസ് ദി പൈപ്പ് സിമ്പിൾ. പൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ പൈപ്പ് നമ്മൾ അതല്ല, അതേ വാക്ക് തന്നെ. ഓക്കെ ഇനി ഇതെങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കിയേ. ഇവിടെയും ഓർക്കുക ഇതും ഒരു ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ ബൈനറി നമ്പേഴ്സ് എടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 1 0 1 0 ഇനിയുള്ള എന്താ 1 1 0 0 കാരണം 10ന്റെ തന്നെയാണ് ഉള്ളത് അല്ലേ. ഇനി നമ്മൾ ഈ ലോജിക്കൽ ഓവർ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഈക്വൽ ടു അഡീഷൻ. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇഫ് യു പുട്ട് എ പ്ലസ് സൈൻ. ഓക്കെ ഇനി നോക്കിയേ 0 0 0 ആണ്. 1 plus 0 1 അല്ലേ. 0 plus 1 is 1 1 plus 1 is again 1. ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ആൻസർ കിട്ടി. പക്ഷേ പ്രശ്നം എന്താ ആൻസർ കിടക്കുന്നത് ബൈനറി ഫോർമാറ്റിലാണ്. ഇത് നമ്മൾ എന്താക്കി മാറ്റണം ഡെസിമൽ ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക 1 1 1 0 ആദ്യത്തെ ആളുടെ കൂടെ ഇൻറ്റു 2 raised to 0 ഇതിന്റെ കൂടെ ഇൻറ്റു 2 raised to 1 ഇതിന്റെ കൂടെ ഇൻറ്റു 2 raised to 2 ഇതിന്റെ കൂടെ ഇൻറ്റു 2 raised to 3 എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ സോ ദിസ് ഇസ് 8 അല്ലേ പ്ലസ് 4 പ്ലസ് 2 അല്ലേ 2 പ്ലസ് 0 that is 14. അല്ലേ 8 plus 4 is 12 12 plus 2 is 14. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ താഴെ ഏത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് ജസ്റ്റ് അഡീഷൻ. ഓക്കെ
അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതിരിക്കട്ടെ. യു ആർ ഗിവിംഗ് പ്രിന്റ് സി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കാണും? യു സി 14. ഓക്കെ, സോ ദിസ് ഇസ് ദി ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ഇനി നമുക്കുള്ളത് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഇൻവേഴ്സ് ഓപ്പറേറ്റർ. ഇനി നമ്മൾ എന്തായിരുന്നു കണ്ടത്? ഇതിന് ശേഷം നമ്മൾ കണ്ടത് നോട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പൊ നോട്ട് ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാല് ഇതിലെ നോട്ട് കുറച്ച് സ്പെഷ്യൽ ആണ്. So let us just take one operator. X മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് X മാത്രം മതി. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പറയാറുള്ളത് ഇൻവേഴ്സ് ഓപ്പറേറ്റർ ആണ്. ഇൻവേഴ്സ് ഓപ്പറേറ്റർ. ഓക്കെ, ഇതിന്റെ സിമ്പൽ ഈസ് ദ ടിൽഡ സൈൻ. ഇത് നമ്മുടെ കീബോർഡിലെ എസ്കേപ്പ് എന്നുള്ള കീക്ക് തൊട്ട് താഴെ വരുന്നതാണ് ഈ സിമ്പിൾ. ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പിൾ കിട്ടും, ഈ ടിൽഡ സൈൻ കിട്ടും. ഇതൊരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നുള്ളതിന്റെ എന്താ ഒരു അതേ രൂപം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് x equal to 10. ഓക്കെ, ആൻഡ് ഐ ആം സെയിങ് y is equal to tilde x. ഓക്കെ, y is equal to tilde x. ഇത് എന്താന്ന് വെച്ചാല് ദിസ് ഇസ് എസെൻഷ്യലി സെയിങ് y is equal to minus of x plus 1 എന്ന് പറയുന്ന പോലെ. ഓക്കെ, സോ ദിസ് ഇസ് y is equal to minus 10 plus 1, that is minus 11. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഇൻവേർഷൻ വരുമ്പോൾ ഒരു +1 അഡീഷണൽ ആയിട്ട് കയറി വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യുവർ യൂഷ്വൽ നോട്ട് ഓപ്പറേഷൻ വെർ യു ജസ്റ്റ് ഇൻവേർട്ട്. ഓക്കെ,